നമസ്കാരം. ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരുന്നതല്ല. ഗുരുവായൂർ ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 5000 വർഷത്തോളം പഴക്കമുള്ളതും അവിടുത്തെ വിഗ്രഹത്തിന് ഐതിഹ്യങ്ങളനുസരിച്ച് യുഗങ്ങളോളം പഴക്കമുള്ളതുമാണ്. ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണിതെന്നാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലം ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വിഗ്രഹപ്രതിഷ്ഠ നടന്നതും ആ ഒരു കാലയളവിൽ തന്നെ ആയിരുന്നിരിക്കാം. ഐതിഹ്യങ്ങളല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നുമില്ല. എന്തായാലും നമുക്കൊന്നറിയാം, സ്ഥലമാഹാത്മ്യം കൊണ്ടും വിഗ്രഹമാഹാത്മ്യം കൊണ്ടും പ്രതിഷ്ഠാമാഹാത്മ്യം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രസങ്കേതം തന്നെയാണിത് എന്നതിൽ തർക്കമില്ല. സങ്കീർണങ്ങളായ പൂജാതി കാര്യങ്ങളും മറ്റ് ചടങ്ങുകളുമൊക്കെ കാലത്തിന് വഴിമാറിപ്പോകാതെ ഇന്നും അവിടെ അതേപോലെ തന്നെ നടന്നു പോകുന്നു. ക്ഷേത്ര ചൈതന്യവർദ്ധനവിന് ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും തപശക്തി, വേദമന്ത്രജപം, ചിട്ടയോടുകൂടിയ നിത്യനിദാനവും ആചാരാനുഷ്ഠാനങ്ങളും, ഉത്സവം, അന്നദാനം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിട്ടയായി തന്നെ നടന്നു പോരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ. അത്യപൂർവമായ പാതാളാഞ്ജനം എന്ന ശിലയിൽ തീർത്ത ചതുർബാഹുവായ വിഗ്രഹത്തിന് ഏകദേശം 4 അടിയോളം ഉയരമുണ്ട്. ശ്രീകൃഷ്ണാവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഈ വിഗ്രഹത്തിനുള്ളതെന്ന് സങ്കല്പിക്കപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെയാവാം ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കണ്ടുവരുന്നതിനുള്ള കാരണവും. തിരുനാവായ കഴിഞ്ഞാൽ പ്രാധാന്യം കൊണ്ട് രണ്ടാമത് വരുന്നതും തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലുള്ള ഗുരുവായൂർ ക്ഷേത്രമാണ്. തളർവാദ രോഗശാന്തിക്ക് പുകൾപെറ്റതാണ് ഈ ഹൈന്ദവാരാധനാ കേന്ദ്രം. സർ വില്യം ലോഗൻ മലബാർ മാനുവലിൽ ഇങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദേവശില്പിയായ വിശ്വകർമാവാണ് ഇവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു. വിഷു ദിവസത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുദേവൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥകൾക്കും ഐതിഹ്യങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ കരുണയ്ക്ക് അർഹരായ ഭക്തന്മാരുടെ അനുഭവ കഥകളും പറഞ്ഞാൽ തീരുന്നതല്ല. ഈശ്വരവിശ്വാസിയായ ഏതൊരു മലയാളിയും സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം അറിയാതെ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിലും നാവിൻ്റെ തുമ്പിലുമൊക്കെ സ്ഥിരം വിളയാടിക്കൊണ്ടിരിക്കുന്നു എന്നതുതന്നെയാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദൈർവിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ ഒരു കഥ നാരദപുരാണത്തിൽ പറയുന്നുണ്ട്. കുരുവംശത്തിലെ പിന്മുറക്കാരനും അഭിമന്യുവിൻ്റെ പുത്രനുമായ പരീക്ഷിത്ത് മഹാരാജാവ് മുനിശാപത്തെ തുടർന്ന് ഉഗ്രസർപ്പമായ തക്ഷകൻ്റെ ദംശനമേറ്റ് അപമൃത്യു വരിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനായ ജനമേജയൻ തൻ്റെ പിതാവിൻ്റെ അന്ത്യത്തിന് കാരണമായ സർപ്പവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനായി സർപ്പസത്രം എന്ന ഉഗ്രയാഗം നടത്തി. നിരപരാധികളായ അസംഖ്യം സർപ്പങ്ങൾ ഈ യാഗാഗ്നിയിൽ ദഹിച്ചുപോയി. അവസാനം തക്ഷകനെ തന്നെ ഹോമിക്കാൻ പിടിച്ചെങ്കിലും അമൃത് സേവിച്ചവനായതിനാൽ തക്ഷകനെ വധിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഈ സർപ്പസത്രം നിർത്തിവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതിൽ പരിഭ്രാന്തരായ ദേവന്മാരുടെ അഭ്യർത്ഥന മൂലം ദേവഗുരുവായ ബൃഹസ്പതി ജനമേജയനെ ചെന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ പിതാവായ പരീക്ഷിത് മഹാരാജാവിൻ്റെ അന്ത്യത്തിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമാണെന്നും
അതിനാൽ ഈ സർപ്പസത്രം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ദേവഗുരുവിൻ്റെ ഇടപെടൽ മൂലം ജനമേജയൻ സർപ്പസത്രം അവസാനിപ്പിച്ചു. എന്നാൽ കർമ്മഫലമായി അദ്ദേഹത്തെ ഉഗ്രമായ സർപ്പശാപം പിടികൂടുകയും അദ്ദേഹം കഠിനമായ കുഷ്ഠരോഗബാധിതനാവുകയും ചെയ്തു. രോഗം മാറുവാൻ പല വഴികൾ നോക്കിയെങ്കിലും യാതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഏറെ തളർന്ന ജനമേജയന് മുൻപിൽ ദത്താത്രേയ മഹർഷി പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തിക്കായി ഗുരുവായൂരിലെ മഹാവിഷ്ണുവിനെ ഭജിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഗുരുവായൂരെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം ജനമേജയന് വിവരിച്ചു കൊടുത്തു. പണ്ട് പത്മകൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മോക്ഷം നേടുന്നതിനുള്ള അനുഗ്രഹം തരണമെന്ന് ബ്രഹ്മദേവൻ അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ തൻ്റേതു തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു. പിന്നീട് വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് കൊടുത്തു. വംശവർദ്ധനവിനായി ഭഗവാനെപ്പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പത്നി പ്രശ്നിയും വളരെ വർഷക്കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു. വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ആ ഭജനം തുടർന്നു പോന്നു. അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി 4 ജന്മങ്ങളിൽ അവതരിക്കാം. അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവും. അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുതപസിൻ്റെയും പ്രശ്നയുടെയും പുത്രനായ പ്രശ്നിഗർഭൻ എന്ന പേരിൽ അവതരിക്കുകയും പിന്നീട് സുതപസും പ്രശ്നയും കശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ 2ാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു. പിന്നീട് ത്രേതായുഗത്തിൽ തന്നെ അവർ ദശരഥനും കൗസല്യയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചു. പിന്നീടവർ ദ്വാപരയുഗത്തിൽ വസുദേവരും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു. ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് ഈ വിഗ്രഹം പൂജിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ തൻ്റെ മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു. അദ്ദേഹം തന്നെ എന്നും പൂജിക്കുകയും ചെയ്തു പോന്നു. ഒടുവിൽ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ ഭക്തനും ശിഷ്യനുമായ ഉദ്ധവരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഉദ്ധവരെ, ഇന്നേക്ക് 7ാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും. അതിൽ ദ്വാരക മുഴുവനും നശിച്ചു പോകും. എന്നാൽ 4 ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ ആ വിഗ്രഹം മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടക്കും. ആ വിഗ്രഹം അങ്ങ് ദേവഗുരുവിനെ ഏൽപ്പിക്കണം. തുടർന്ന് ശിഷ്ടകാലം തപസ്സനുഷ്ഠിക്കാനായി ബദരികാശ്രമത്തിലേക്ക് പോയിക്കൊള്ളുക. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉദ്ധവർ ഇക്കാര്യം ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം ശിഷ്ടകാലം തപസ്സനുഷ്ഠിക്കുന്നതിനായി ബദരികാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ദ്വാരക 7ാം ദിവസം സമുദ്രത്തിനടിയിലായി. ബൃഹസ്പതി എത്തിയപ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലിനടിയിലായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ വിഗ്രഹം മാത്രം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു. അതെങ്ങനെ എടുക്കുമെന്നറിയാതെ വിഷമിച്ച അദ്ദേഹം വായുദേവനെ വിളിച്ചു വരുത്തി. വായുദേവൻ പ്രത്യക്ഷനായി തിരമാലകൾക്ക് മുകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു. പിന്നീട് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ ഒരു സ്ഥാനം തേടി ഭാരതം മുഴുവൻ അവർ ആകാശമാർഗേണ സഞ്ചരിച്ചു. ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അതിമനോഹരമായ ഒരു താമരപ്പൊയ്ക അവർ കാണാനിടയായി. ചുറ്റും പക്ഷികളുടെ കളകൂജനം, എങ്ങും ഹരിതാപ നിറഞ്ഞ അന്തരീക്ഷം. അതിനിടയിൽ അവർ ആകാശത്തു നിന്നും ആ ഒരു അത്ഭുത കാഴ്ച കണ്ടു. പാർവതി പരമേശ്വരന്മാർ അവിടെ ആനന്ദ നൃത്തമാടുന്നു. അപ്പോൾ തന്നെ അവർ താഴെ ഇറങ്ങി പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു. മഹാദേവൻ ഈ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം ഇരുവർക്കും വിവരിച്ചു കൊടുത്തു. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം. പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രചേതസ്സുകൾ തപസ്സു ചെയ്തിരുന്നത്. അവർക്കു ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വച്ചാണ്. തുടർന്ന് അവർ 10,000 വർഷം ഇവിടെ തപസ്സിരുന്നു. അവർക്ക് മുമ്പിൽ പ്രത്യക്ഷനായ മഹാവിഷ്ണു അവർക്ക് സർവ്വശ്രേയസ്സുകളും നൽകി അനുഗ്രഹിച്ചു. അതിനാൽ ബൃഹസ്പതി, ദേവഗുരുവായ അങ്ങും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം പിൽക്കാലത്ത് ഗുരുവായൂർ എന്നറിയപ്പെടും. കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും.
ഞാൻ പാർവതീദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും. അങ്ങനെ ബൃഹസ്പതി ദേവശില്പിയായി വിശ്വകർമാവിനെ വിളിച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചു. പിന്നീട് ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് താന്ത്രിക വിധിപ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി, നാരദ മഹർഷി സ്തുതിഗീതങ്ങൾ പാടി. ആ മംഗളമുഹൂർത്തത്തിന് സാക്ഷികളായ പാർവതീ പരമേശ്വരന്മാർ അടുത്തുള്ള മമ്മിയൂരിൽ തന്നെ സ്വയംഭൂവായി കുടികൊള്ളുകയും ചെയ്തു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച ഈ പുണ്യഭൂമി ഗുരുവായൂരായും ഇവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി. വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവ്വചൈതന്യത്തോടും കൂടി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠമാകുന്നു. ഈ കഥ കേട്ടയുടൻ ജനമേജയൻ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. ഏറെക്കാലം ഇവിടെ ഭജനമിരുന്നു. മമ്മിയൂരിലും ദർശനം നടത്തി. ഏറെക്കാലം കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കുഷ്ഠരോഗവിമുക്തി നേടി. പിന്നീട് ഏറെക്കാലം ആരോഗ്യവാനായി ജീവിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ ചില കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ക്ഷേത്രത്തിന് 5000 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് തെളിയിക്കാൻ പറ്റിയ രേഖകളൊന്നുമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ ചരിത്രകൃതി 14-ാം നൂറ്റാണ്ടിലെ മണിപ്രവാള പുസ്തകമായ കോകസന്ദേശമാണ്. അതിൽ കുരവയൂർ എന്നാണ് ഗുരുവായൂരിനെ വിശേഷിപ്പിച്ച് കാണുന്നത്. ഇവിടുത്തെ പഴയകാല റെക്കോർഡുകളിലും രേഖകളിലുമൊക്കെ കുരുവയൂർ എന്നാണ് കാണുന്നത്. കുരുവയൂർ സ്വരൂപം എന്നൊരു രാജസ്ഥാനം ഗുരുവായൂർ പ്രദേശത്തുണ്ടായിരുന്നു. കോകസന്ദേശം AD 14-ാം നൂറ്റാണ്ടിനോടടുത്തുള്ളതാണ്. മുമ്പിൽ കാണാമത കുരുവായൂരെൻറു പേരാം പ്രദേശം. ഈ സന്ദേശത്തിലെ ഒരു വർണ്ണന പ്രകാരം മതിൽക്കെട്ടും ഗോപുരവും കൊടിമരവുമെല്ലാം ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ഒരു ജലാശയത്തിൻ്റെ വക്കിലായിരുന്നു ഈ കുരുവായൂർ. പണ്ട് ഇവിടെ തെക്ക് പടിഞ്ഞാറ് കായലായിരുന്നു അത്രേ. ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോഴത്തെ തിരക്ക് കോകസന്ദേശത്തിൽ പറയുന്നുണ്ട്. ഉച്ചപൂജ നട തുറന്ന് തീർത്ഥം തളിക്കുമ്പോൾ അത് ദേഹത്തിൽ പതിക്കുന്നതിന് കൊതിച്ച് മണ്ഡപത്തിൽ ബ്രാഹ്മണർ കാത്തു നിൽക്കുക പതിവുണ്ട്. ഇന്നു കാണുന്ന ക്ഷേത്രം ആര് നിർമ്മിച്ചു എന്നതിനും മതിയായ രേഖകളില്ല. CNR മൂർത്തി എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത് പടിഞ്ഞാറേ ഗോപുരം പണിതത് കൊല്ലവർഷം 922-ലാണെന്നാണ്. 1030-ൽ ശ്രീകോവിലും മണ്ഡപവും പുതുക്കി പണിതു. 1038-ൽ നാലമ്പലത്തിൻ്റെയും കൂത്തമ്പലത്തിൻ്റെയും ജീർണോദ്ധാരണം നടത്തി. 72 നമ്പൂതിരിമാർക്കായിരുന്നു ആദ്യം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം. സാമൂതിരിയുടെ അധികാരാതിർത്തിയിൽപ്പെട്ട മലബാറിലെ പൊന്നാനി താലൂക്കിലെ ഒരു അംശമായിരുന്നു ഗുരുവായൂർ. അതുകൊണ്ട് സാമൂതിരിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കോയ്മ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ മല്ലിശ്ശേരി എന്ന ഇല്ലക്കാരൊഴിച്ച് ബാക്കിയുള്ള ഇല്ലക്കാരൊന്നും നിലവിലില്ല. ഗുരുവായൂർ ക്ഷേത്രത്തെപ്പറ്റി നാരദീയ പുരാണത്തിലും പരാമർശമുണ്ടത്രേ. ഇതിലെ കേരള ക്ഷേത്ര മാഹാത്മ്യത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞതിന് ശേഷം അതിന് ഉത്തരഭാഗത്തായി സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിലെ പല കൃതികളിലും ഗുരുവായൂരിനെക്കുറിച്ചുള്ള കുറിപ്പുകളും വർണ്ണനകളുമൊക്കെ ധാരാളം കാണാം. എങ്കിലും മേൽപ്പത്തൂരിൻ്റെ നാരായണീയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയത്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യകാലത്ത് ഗുരുവായൂരിലുണ്ടായിരുന്നത് ഇടത്തരികത്ത് ഭഗവതിയുടെ പ്രതിഷ്ഠയായിരുന്നു എന്നാണ്. വിഷ്ണു വിഗ്രഹ പ്രതിഷ്ഠാകാലത്ത് ഭഗവതി ഇടതുവശത്തേക്ക് മാറിയിരുന്നതായും പറയുന്നു. ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ചെന്നാൽ ഇടത്തരികത്ത് ഭഗവതിയെ ആദ്യം തൊഴണം എന്നാണ് ആചാരം. 100 കണക്കിന് വർഷങ്ങളിൽ ഗുരുവായൂർ മുസ്ലിം യൂറോപ്യൻ കടന്നുകയറ്റക്കാരുടെ ആക്രമണത്തിന് വിധേയമായി. 1716-ൽ ഡച്ചുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രത്തിലെ വിലപിടിച്ച വസ്തുക്കളും സ്വർണ്ണക്കൊടിമരവും കൊള്ളയടിച്ച് വടക്കേ ഗോപുരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. ഇതിനുശേഷം 1747-ൽ ക്ഷേത്രം പുനരുദ്ധരിച്ചു. 1755-ൽ സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ ഡച്ചുകാർ തൃക്കുന്നവായ് ക്ഷേത്രം നശിപ്പിക്കുകയും ഇതിൽ ഭയന്ന് ഇവിടെയുള്ള ബ്രാഹ്മണർ പലായനം ചെയ്യുകയും പിന്നീട് സാമൂതിരി ഗുരുവായൂരിൻ്റെയും തൃക്കുന്നവായ് ക്ഷേത്രത്തിൻ്റെയും സംരക്ഷകനായി മാറുകയും ചെയ്തു. 1766-ൽ ഹൈദരലി കോഴിക്കോടും ഗുരുവായൂരുമൊക്കെ പിടിച്ചടക്കി. ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ ഹൈദരലി 10,000 പണം കപ്പം ആവശ്യപ്പെട്ടു.
ഈ പണം നൽകിയെങ്കിലും ഭയപ്പാട് മൂലം ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ വരവ് കുറയുകയും ചെയ്തു. പിന്നീട് മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസറാവുവിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഹൈദരാലി ദേവദയ നൽകി ഇവിടെ നിന്നും പിന്മാറുകയും ചെയ്തു. 1789 ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു. ടിപ്പു സുൽത്താൻ മലബാറിൽ നടത്തിയ പടയോട്ടത്തിൻ്റെ സമയത്ത് ഗുരുവായൂരിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് പ്രസിദ്ധ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയുണ്ടായി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, കോഴിക്കോട് തളി മഹാക്ഷേത്രം ഇവയൊക്കെ അവയിൽ ചിലതാണ്. അവയിൽ പലതും പിൽക്കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടെങ്കിലും ചിലതിൽ നിന്നും പടയോട്ടത്തിൻ്റെ പാടുകൾ കാണാം. ഇതുപോലെ ഗുരുവായൂർ ക്ഷേത്രവും ടിപ്പുവിൻ്റെ പടയാളികൾ തകർത്ത് കളയുമോ എന്ന ആശങ്ക നാട്ടുകാരായ ഭക്തരിൽ ഉണർന്നു വന്നു. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ ഭയന്ന് ക്ഷേത്ര ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാടോദിക്കനും കൂടിച്ചേർന്ന് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജയുടെ അനുമതി വാങ്ങി അമ്പലപ്പുഴയിലേക്ക് മൂലവിഗ്രഹവും ശിവീലിത്തിടമ്പും കൊണ്ടുപോയി അവിടെ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പഴയ ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ കൊട്ടാരത്തിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനോട് ചേർന്ന് ഒരു തിടപ്പള്ളിയും കിണറും സ്ഥാപിച്ചു. ഗുരുവായൂർ നട എന്ന പേരിൽ ഇന്നും അമ്പലപ്പുഴയിൽ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. പിന്നീട് കുറച്ചുകാലം അമ്പലപ്പുഴ നിന്നും മാവേലിക്കരയിലെ എണ്ണക്കാട്ട് കൊട്ടാരത്തിലും ഗുരുവായൂരപ്പനെ കുടിയിരുത്തി. ഈ കാലത്ത് ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചെറിയ കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും പെട്ടെന്നുള്ള ശക്തമായ ഇടിയും മിന്നലുമൊക്കെ ഉണ്ടായതിനാൽ ക്ഷേത്രം രക്ഷപ്പെട്ടു. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാൻ വന്ന ടിപ്പു സുൽത്താൻ ദുർനിമിത്തങ്ങൾ കണ്ട് ഭയപ്പെടുകയും പിന്നീട് അദ്ദേഹം ഗുരുവായൂരപ്പന് ചില സമർപ്പണങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ കുടികൊണ്ടിരുന്ന കാലത്തുണ്ടായ രസകരമായ ചില സംഭവങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തൻ്റെ പ്രസിദ്ധ കൃതിയായ ഐതിഹ്യമാലയിൽ കുറിച്ചിട്ടുണ്ട്. ചില ഈശ്വരന്മാരുടെ പിണക്കം എന്ന പേരിലുള്ള ലേഖനത്തിലാണ് അദ്ദേഹം ഒരേ ഈശ്വരൻ്റെ ഭാവങ്ങളായ ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണനും തമ്മിൽ നടന്നതായി പറയുന്ന വഴക്കിൻ്റെ കഥ വിവരിക്കുന്നത്. ആ കഥ ഇങ്ങനെയാണ്. ഗുരുവായൂരപ്പൻ്റെ നമസ്കാര സദ്യയ്ക്ക് വിളമ്പുന്ന വിഭവങ്ങൾ മറ്റുള്ള പാത്രങ്ങളിലേക്ക് മാറ്റുന്ന പതിവില്ല. എന്നാലും സാധാരണയായി അവയ്ക്ക് ക്ലാവുചോ പിടിക്കാറുമില്ല. എന്നാൽ അമ്പലപ്പുഴയിൽ ഭഗവാൻ കുടികൊണ്ട സമയത്ത് സദ്യയ്ക്കുണ്ടാക്കുന്ന കാളൻ മുതലായ കറികളിൽ ക്ലാവുചവ ഉണ്ടാവുക പതിവായി. ഇത് ഗുരുവായൂരപ്പനോടുള്ള സ്പർദ്ധ നിമിത്തം അമ്പലപ്പുഴ കൃഷ്ണൻ ചെയ്തതാണെന്ന് ഭക്തർ പറഞ്ഞു പരത്തി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്പലപ്പുഴയിലെ പ്രസിദ്ധമായ പാൽപ്പായസ നിവേദ്യത്തിൽ അട്ടയും പാറ്റയുമൊക്കെ ചത്തുവീഴുന്ന സ്ഥിതിയും കാണാനിടയായി. ഇത് ഗുരുവായൂരപ്പൻ്റെ പ്രതികാരമായും വ്യാഖ്യാനിക്കപ്പെട്ടു. ഗുരുവായൂരപ്പനെ മാവേലിക്കരയിലേക്ക് മാറ്റുന്നതുവരെ ഇത്തരം പ്രശ്നങ്ങൾ അമ്പലപ്പുഴയിൽ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് 1792 സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു. അതിനുശേഷം മാവേലിക്കര സൂക്ഷിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം 1792 സെപ്റ്റംബർ 17 ഗുരുവായൂരിൽ പുനഃപ്രതിഷ്ഠിച്ചു. ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ കുടികൊണ്ട കാലം ഇരു ക്ഷേത്രങ്ങൾക്കും കൂടുതൽ പ്രശസ്തിയുണ്ടാക്കി. പുതിയ ചില സങ്കല്പങ്ങൾ ഇരു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പിറവിയെടുക്കുന്നതിനും ഇത് വഴിതെളിച്ചു. അമ്പലപ്പുഴയിൽ ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം എഴുന്നള്ളിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയ്ക്ക് മുകളിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. ഇത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമാണെന്ന് ഭക്തർ വിശ്വസിച്ചു വരുന്നു. തന്മൂലം ഗുരുവായൂരിൽ ഉച്ചപൂജ അമ്പലപ്പുഴയിലെ ഉച്ചപൂജയ്ക്ക് മുമ്പ് അവസാനിപ്പിക്കുകയും അത് കഴിഞ്ഞ ഉടനെ നടയടയ്ക്കുകയും ചെയ്യുന്നു. ഗുരുവായൂരിലെ ഉച്ചപൂജ കഴിഞ്ഞ ഉടൻ ഭഗവാൻ അമ്പലപ്പുഴയിലേക്ക് വരുന്നു എന്നാണ് സങ്കല്പം. ഈ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ ഉച്ചശീവേലി വൈകിട്ട് നട തുറന്ന ശേഷമാണ് നടത്തുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും ഇങ്ങനൊരു പ്രത്യേകതയുമില്ല. നവംബർ 30 ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. പടിഞ്ഞാറെ ചുറ്റമ്പലത്തിൽ നിന്ന് തുടങ്ങിയ തീ 5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. പ്രധാന ശ്രീകോവിലും ഗണപതി, ശാസ്താവ്, ഭഗവതി എന്നിവരുടെ ശ്രീകോവിലും കൊടിമരവും മാത്രം ഈ തീപിടുത്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏകാദശി വിളക്ക് കഴിഞ്ഞ് രാത്രിയിൽ ഗോപുരത്തിൻ്റെ എല്ലാ നടയും അടച്ചു കഴിഞ്ഞായിരുന്നു ഈ സംഭവം. ആയിരക്കണക്കിന് ജനങ്ങളുടെ ശ്രമഫലമായി രാവിലെ 5:30 ഈ തീ പൂർണ്ണമായും അണയ്ക്കാനായത്. കേരള സർക്കാർ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ നിയമിച്ചു.
അന്വേഷണത്തിൽ ക്ഷേത്രത്തിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കേരള സർക്കാർ ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ ഉത്തരവും പുറപ്പെടുവിച്ചു. അങ്ങനെ 1977 ഗുരുവായൂർ ദേവസ്വം ആക്ട് നിലവിൽ വരുന്നത്. തീപിടുത്തത്തിന് ശേഷം വൻതോതിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിലുണ്ടായി. ഇപ്പോൾ കാണുന്ന നിർമ്മിതികളെല്ലാം തന്നെ അതിനുശേഷമുള്ളതാണ്. ഉപദേവതമാരായി ഗണപതി, ശാസ്താവ്, ഇടത്തരികത്തുകാവ് ദുർഗാഭഗവതി എന്നീ ദേവതകളാണുള്ളത്. ഈ ഭഗവതിയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. വനദുർഗാഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണിത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണമൂർത്തിയാണ് ഈ ദേവത എന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പന് തത്തുല്യമായ പ്രാധാന്യമാണ് ഈ ദേവിക്കുമുള്ളത്. ഇവിടെയാണ് ആദ്യം തൊഴേണ്ടതും. ഇവിടെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത അഴൽ എന്നൊരു വഴിപാടുണ്ട്. രാത്രി ഭഗവാന്റെ പൂജകളെല്ലാം കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. പച്ചരി, വെള്ളരി, ശർക്കര, നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റിവെച്ച് വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ്. ഭക്തരുടെ അഴലുകൾ അഥവാ ദുഃഖങ്ങൾ തീയായി ദേവി ഏറ്റുവാങ്ങുന്നു എന്നാണ് സങ്കല്പം. പിന്നെ ഇവിടെ മഹാദേവൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യവുമുണ്ട്. ബൃഹസ്പതിയും വായുദേവനും കൊണ്ടുവന്ന മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയ മഹാദേവൻ പാർവതീ സമേതനായി മമ്മിയൂരിൽ സ്വയംഭൂവായി കുടികൊണ്ടു എന്നാണ് കഥ. അതുകൊണ്ടാണ് ഭഗവതിയെ തൊഴുത് വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ ഭക്തർ വടക്ക് പടിഞ്ഞാറേ ദിശയിലേക്ക് നോക്കി തൊഴുന്നതും. ക്ഷേത്രനാലമ്പലത്തിനകത്ത് കരിങ്കൽ തൂണുകളിൽ മഹാദേവൻ, സുബ്രഹ്മണ്യൻ, അനന്തപത്മനാഭൻ, ദശാവതാരങ്ങൾ, ഹനുമാൻ എന്നീ ദേവതാരൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പ്രതിഷ്ഠയില്ല. പിന്നെ കിഴക്കേ നടയിൽ ദേവസ്വം സത്രത്തിൻ്റെ വളപ്പിലാണ് നാഗദൈവങ്ങളുടെ സ്ഥാനം. ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം. ഗുരുവായൂരിൽ നിത്യേന 5 പൂജകളും 3 ശീവേലികളും 3 അലങ്കാരങ്ങളും കൂടാതെ 2 അഭിഷേകങ്ങളും പതിവുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് ശ്രീകോവിൽ നട തുറക്കുന്നത്. ആ സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും, എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും, പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാനയും, ശംഖനാദവും തകലും നാദസ്രവും എല്ലാം കൊണ്ട് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നു. ആ ഒരു സമയത്ത് ഇവിടെ വന്നാൽ കിട്ടുന്ന നിർവൃതി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. തുടർന്ന് 20 മിനിറ്റ് നിർമ്മാല്യ ദർശനമാണ്. തലേന്നു ചാർത്തിയ അലങ്കാരങ്ങളോടെ ഭഗവാനെ കണ്ടു തൊഴാം. ഇതിനാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ തലേന്നാളത്തെ പൂവും മാലയുമൊക്കെ വാരിമാറ്റി ബിംബത്തിൽ എണ്ണയഭിഷേകം നടത്തും. പിന്നീട് ആ എണ്ണ മുഴുവനും തുടച്ചു മാറ്റിയതിന് ശേഷം ബിംബത്തിൽ നെന്മേനി വാകയുടെ പൊടി അഭിഷേകം ചെയ്യും. ഇതിനാണ് വാകച്ചാർത്ത് എന്ന് പറയുന്നത്. ശേഷം ശംഖാഭിഷേകവും സുവർണകലശത്തിൽ ജലാഭിഷേകവും ഒക്കെ കഴിച്ച് ബാലഗോപാല രൂപത്തിൽ അലങ്കാരവും തുടർന്ന് മലർനിവേദ്യവും നടക്കുന്നു. അപ്പോഴേക്കും സമയം 4:15 തുടർന്ന് നടയടച്ച് ഉഷപ്പൂജ നടത്തുന്നു. ധാരാളം ശർക്കര ചേർത്തുണ്ടാക്കിയ നെയ്പായസം, വെണ്ണ, കദളിപ്പഴം, പഞ്ചസാര, വെള്ളനിവേദ്യം എന്നിവയൊക്കെയാണ് ഈ സമയത്തെ നിവേദ്യങ്ങൾ. 4:30 ഉഷപ്പൂജ കഴിയുന്നു. തുടർന്ന് 5:45 വരെ ദർശന സമയമാണ്. 5:45 എതിർത്ത പൂജ അഥവാ എതിരേറ്റ് പൂജ നടത്തുന്നു. സൂര്യകിരണങ്ങളെ എതിരേറ്റുകൊണ്ടുള്ള പൂജയായതുകൊണ്ടാണ് ഇതിന് എതിരേറ്റ് പൂജ എന്ന് പറയുന്നത്. ഇത് ലോപിച്ചാണ് എതിർത്ത പൂജ എന്ന് പേരുണ്ടായതും. ഈ സമയത്ത് ക്ഷേത്രം വാതിൽ മാടത്തിൽ ഗണപതി ഹോമം തുടങ്ങുന്നു. ഗണപതി ഹോമത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നാണ് പണ്ട് തിടപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത്. ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ പൂജകളും നടക്കും. സൂര്യോദയത്തിന് ശേഷം രാവിലെ 7 മണിയോടെ എതിർത്ത പൂജ സമാപിക്കുന്നു. തുടർന്ന് 20 മിനിറ്റ് നേരം ദർശന സമയമാണ്. 7:20 രാവിലത്തെ ശീവേലി ആരംഭിക്കുന്നു. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നതാണ് ശീവേലിയുടെ സങ്കല്പം. ഭഗവാന്റെ ഭൂതഗണങ്ങൾക്ക് മേൽശാന്തി ജലഗന്ധ പുഷ്പസഹിതം പൂജിച്ച് ഹവിസ് ബലി തൂവുക എന്നതാണ് ഇതിൻ്റെ ഒരു രീതി. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിലാണ് ബലി തൂവുന്നത്. ശീവേലി കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ രുദ്രതീർത്ഥക്കുളത്തിൽ നടക്കുന്ന ജലം കൊണ്ടും പിന്നീട് ഇളനീര്, പാൽ എന്നിവ കൊണ്ടും അഭിഷേകം നടത്തുന്നു. തുടർന്ന് 9 വെള്ളിക്കുടങ്ങളിൽ ജലം നിറച്ച് അവ മന്ത്രപുരസരം പൂജിച്ച ശേഷം വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും. ഇതാണ് നവകാഭിഷേകം. നിത്യവും നവകം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം.
നവകാഭിഷേകത്തിന് ശേഷം ബാലഗോപാല രൂപത്തിൽ വിഗ്രഹത്തിന് കളഭാലങ്കാരം നടത്തുന്നു. പിന്നീടാണ് പന്തിരടി പൂജ തുടങ്ങുന്നത്. നിഴലിന് 12 അടി നീളം വരുന്ന സമയത്ത് നടത്തുന്ന പൂജയായതുകൊണ്ടാണ് ഈ പൂജയ്ക്ക് പന്തിരടി പൂജ എന്ന പേര് വന്നത്. രാവിലെ 8 മണിക്കാണ് ഇത് തുടങ്ങുന്നത്. പന്തിരടി പൂജ നടത്താനുള്ള അവകാശം ക്ഷേത്രത്തിലെ ഓദിക്കന്മാർക്കാണ്. പന്തിരടി പൂജ കഴിഞ്ഞാൽ പ്രസാദഊട്ട് തുടങ്ങും. പിന്നീട് ഏകദേശം 11:30 മണിയോടുകൂടി ഉച്ചപൂജ തുടങ്ങും. സാധാരണയായി മേൽശാന്തിയാണ് ഈ പൂജ നടത്താറ്. എന്നാൽ ഉദയാസ്തമന പൂജ, മണ്ഡലകാലം, ഉത്സവം എന്നീ അവസരങ്ങളിൽ ഓദിക്കന്മാരും കലശം, തൃപ്പൂത്തിരി എന്നീ അവസരങ്ങളിൽ തന്ത്രിയും ഈ പൂജ നടത്തുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിലെ സോപാന ഗായകൻ ഇടയ്ക്ക കൊട്ടി അഷ്ടപതി ആലപിക്കും. 16 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയതാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജാ നിവേദ്യം. ഇവയിൽ ഇടിച്ചുപിഴിഞ്ഞ പായസമാണ് പ്രധാനം. കൂടാതെ വെള്ളി ഉരുളിയിൽ വെള്ളനിവേദ്യവും സ്വർണം വെള്ളി പാത്രങ്ങളിലായി 4 കറികൾ, പാൽപ്പായസം, പഴം, തൈര്, വെണ്ണ, പാൽ, ശർക്കര, നാളികേരം, കദളിപ്പഴം എന്നിവയും ഭക്തരുടെ സമർപ്പണങ്ങളായി പാൽപ്പായസം, ത്രിമധുരം, പാലടപ്രഥമൻ, ശർക്കര പായസം, ഇരട്ടിപ്പായസം, വെള്ളനിവേദ്യം എന്നിവയും ഉണ്ടാകും. ഈ സമയത്ത് തന്നെ തിടപ്പള്ളിയിൽ ഒരു ബ്രാഹ്മണനെ ദേവപ്രതിനിധിയായി സങ്കല്പിച്ച് മേൽപ്പറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് സദ്യ ഒരുക്കി ഊട്ടുന്നുണ്ടാവും. ഉച്ചപൂജയ്ക്ക് നടയടച്ചാൽ മേൽശാന്തിക്ക് മനസ്സിൽ തോന്നുന്നത് പോലെ ഭഗവാനെ അലങ്കരിക്കും. നട തുറക്കുമ്പോൾ ആ രൂപമാണ് നമ്മൾ കണ്ടു തൊഴുന്നത്. ഉച്ചപൂജ കഴിഞ്ഞാൽ ഏകദേശം 12:30 നടയടയ്ക്കുകയും ചെയ്യും. പിന്നീട് വൈകിട്ട് 4:30 വീണ്ടും നട തുറക്കുന്നു. സാധാരണയായി ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നടത്താറുള്ള ശീവേലി ഇവിടെ വൈകിട്ട് നട തുറന്ന ശേഷമാണ് നടത്തുന്നത്. സന്ധ്യാസമയത്തുള്ള ദീപാരാധന കഴിഞ്ഞാൽ ഏകദേശം 7:30 മണിയോടുകൂടി അത്താഴപൂജ തുടങ്ങും. ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം, ഇലയട, വെറ്റില അടയ്ക്ക, പാലടപ്രഥമൻ, പാൽപ്പായസം എന്നിവയാണ്. കൂടാതെ വെള്ള നിവേദ്യം, അവിൽ കുഴച്ചത്, കദളിപ്പഴം എന്നിവയും ഉണ്ടാകും. 8:15 വരെയാണ് അത്താഴപൂജയുടെ സമയം. 8:15 നട തുറന്നു കഴിഞ്ഞാൽ 8:45 അത്താഴ ശീവേലി തുടങ്ങുന്നു. രാവിലെയും വൈകിട്ടുമുള്ള ശീവേലികളുടെ അതേ ചടങ്ങുകളാണ് അത്താഴ ശീവേലിക്കെങ്കിലും രണ്ടാമത്തെ പ്രദക്ഷിണം ഇടയ്ക്കയും നാദസ്വരവും ഉപയോഗിച്ചുള്ളതാണെന്ന പ്രത്യേകതയുമുണ്ട്. 3 ശീവേലികൾക്കും ആനയെഴുന്നള്ളിപ്പുള്ള ഏക ക്ഷേത്രമാണ് ഗുരുവായൂർ. അത്താഴ ശീവേലി കഴിഞ്ഞാൽ തൃപ്പുക എന്ന ചടങ്ങാണ്. ചന്ദനം, ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുണ്ടാക്കിയ അഷ്ടഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശ്രീകോവിലിനകം പുകയ്ക്കുന്ന ചടങ്ങാണ് തൃപ്പുക. തൃപ്പുക കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ കഴകക്കാരനായ വാര്യർ അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ എഴുതിയ ഓല വായിച്ച ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്നു. തുടർന്ന് മേൽശാന്തി പുറത്തിറങ്ങി മേൽശാന്തിയുടെ ഉത്തരവാദിത്തത്തിൽ നടയടച്ച് പൂട്ടുന്നു. അപ്പോൾ സമയം രാത്രി 9:15 അങ്ങനെ ഗുരുവായൂരിലെ ഒരു ദിവസം പൂർത്തിയാകുന്നു. സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. വിശേഷ ദിവസങ്ങൾ, ഗ്രഹണം നടക്കുന്ന ദിവസങ്ങൾ, ഉദയാസ്തമന പൂജ എന്നീ അവസരങ്ങളിൽ പൂജാക്രമങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഉദയാസ്തമന പൂജയ്ക്ക് 21 പൂജകളാണ് ഉണ്ടാവുക. അന്ന് നടയടയ്ക്കുമ്പോൾ ഏകദേശം അർദ്ധരാത്രി ആയിട്ടുണ്ടാവും. ചുറ്റുവിളക്കുള്ള ദിവസം അത് കഴിഞ്ഞേ തൃപ്പുകയുണ്ടാകാറുള്ളൂ. ചൊവ്വാഴ്ചകളും പരിശീലനകാലവും ഒഴിച്ചുള്ള ദിവസങ്ങളിൽ നടയടച്ചു കഴിഞ്ഞാൽ കൃഷ്ണനാട്ടം കളിയും പതിവുണ്ടാവും. നിർമ്മാല്യം മുതൽ തൃപ്പുക വരെയുള്ള ഈ ചടങ്ങുകൾക്ക് 12 ദർശനങ്ങൾ എന്നാണ് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ നിർമ്മാല്യ ദർശനം മുതൽ വൈകുന്നേരം തൃപ്പുക കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യാദികൾ മാത്രം ഭക്ഷിച്ച് അവിടെ തന്നെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ദിവസത്തെ ഭജനം പൂർത്തിയാവുകയുള്ളൂ. ആദി ശങ്കരാചാര്യരാണ് ഗുരുവായൂരിലെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയത്. യാതൊരു ലോപവും വരുത്താതെ അത് പാലിക്കപ്പെടുന്നതാണ് ക്ഷേത്രത്തിൻ്റെ സകലവിധ ചൈതന്യത്തിനും അഭിവൃദ്ധിക്കും കാരണം. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് പാൽപ്പായസം, വെണ്ണ, അപ്പം, അട, പഴം, പഞ്ചസാര, ത്രിമധുരം, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം എന്നിവയൊക്കെയാണ്. പിന്നെ കൊടിമര ചുവട്ടിൽ ആൾരൂപങ്ങളും മറ്റു രൂപങ്ങളുമൊക്കെ വെള്ളിത്തകളിൽ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആൾരൂപങ്ങൾ, ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ രൂപങ്ങൾ, മറ്റു രൂപങ്ങൾ എന്നിവയൊക്കെ ഓരോ രോഗാവസ്ഥയ്ക്കും മറ്റുദ്ദിഷ്ടകാര്യസിദ്ധിക്കും നടയിൽ സമർപ്പിക്കാനുള്ളതാണ് ഇതെല്ലാം. വിശ്വാസത്തോടെ ഇത് സമർപ്പിച്ചാൽ അനുഭവങ്ങളനുസരിച്ച് ഇത് വളരെ ഫലപ്രദമാണ്. രോഗശാന്തി തരുവാൻ ഗുരുവായൂരപ്പനുള്ള കഴിവ് പല കഥകളിലൂടെയും നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണല്ലോ.
10 ദിവസമാണ് ഗുരുവായൂർ ഉത്സവം. ആനയോട്ടത്തോടെ കുംഭമാസത്തിലെ പൂയം നാളിൽ രാത്രി കൊടിയേറുന്ന ഉത്സവം അവസാന ദിവസം ആറാട്ടോടുകൂടി പൂർത്തിയാവും. ഗുരുവായൂരമ്പലത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ആനകളെ കൊണ്ടുവന്നിരുന്നത്. ഒരു തവണ എന്തോ പ്രശ്നങ്ങളാൽ ആനകളെ വിട്ടുതരില്ല എന്ന് ക്ഷേത്രം ഭരണാധികാരികൾ അറിയിച്ചു. എന്നാൽ ഉച്ചതിരിഞ്ഞ് ഒരു കൂട്ടം ആനകൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിലേക്ക് ഓടി വന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടു കൂടിയാണ്. കിഴക്ക് വശത്തുള്ള മഞ്ജുളാലിൻ്റെ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ആനയോട്ടം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ 7 പ്രദക്ഷിണത്തോടെയാണ് പൂർത്തിയാവുന്നത്. ആദ്യം കൊടിമരം തൊടുന്ന ആനയെയായിരിക്കും വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ആ ആനയെ തന്നെയാണ് 10 ദിവസവും എഴുന്നള്ളിപ്പിനായി ഉപയോഗിക്കുന്നതും. ഇവിടെ ഉത്സവത്തിന് വെടിക്കെട്ടില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. കാരണം കുട്ടികളുടെ ഇഷ്ടത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദേവനാണ് ഗുരുവായൂരപ്പൻ. അതിനാൽ കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന യാതൊന്നും ക്ഷേത്ര പരിസരത്ത് പാടില്ല എന്നുമുണ്ട്. ഇവിടുത്തെ മറ്റു ചില പ്രധാന ദിവസങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഇല്ലന്നിറ. ഇല്ലന്നിറയുടെ ദിവസം പുതിയ കറ്റകൾ അതിൻ്റെ അവകാശികൾ ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തെത്തിക്കും. മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ശംഖനാദവും വാദ്യഘോഷങ്ങളുമൊക്കെയായി ക്ഷേത്രം പ്രദക്ഷിണം വച്ച് നമസ്കാര മണ്ഡപത്തിൽ കൊണ്ടുവരും. അവിടെ വച്ച് പൂജിച്ച ശേഷം ശ്രീകോവിലും തടപ്പള്ളിയിലുമൊക്കെ വെച്ച ശേഷം ബാക്കി ഭക്തർക്ക് വിതരണം നടത്തുകയും ചെയ്യും. പുത്തരി നിവേദ്യം. പുതിയതായി കൊയ്ത നെല്ലുകുത്തി അരിയാക്കി അതുകൊണ്ട് നിവേദ്യങ്ങളുണ്ടാക്കി നല്ല മുഹൂർത്തം നോക്കി ദേവന് നിവേദിക്കുന്നതാണത്. അന്ന് പതിവ് നിവേദ്യങ്ങൾക്ക് പുറമെ അപ്പം, പഴന്നുറുക്ക്, ഉപ്പുമാങ്ങ, ഇലക്കറികൾ എന്നിവയും ഉണ്ടാകും. അന്ന് മാത്രമേ ഗുരുവായൂരിൽ ഉച്ചപൂജയ്ക്ക് അപ്പം നിവേദ്യം പതിവുള്ളൂ. പിന്നെയുള്ള ഏറ്റവും പ്രധാനമായ ഒരു ദിവസം ഗുരുവായൂർ ഏകാദശിയാണ്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി. അന്നാണ് ഗുരുവായൂരെ പ്രതിഷ്ഠാദിനാഘോഷവും. ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനന് ഗീതോപദേശം നൽകിയ ദിവസം എന്ന പ്രത്യേകതയും ഈ ദിനത്തിനുണ്ട്. അതിനാൽ ആ ദിവസം ഗീതാദിനമായും ആഘോഷിക്കുന്നു. അന്നേ ദിവസം ഭക്തജന ലക്ഷങ്ങളാണ് ഇവിടെ എത്തുക. ഏകാദശി ദിവസം ഭക്തർക്ക് അരിഭക്ഷണമില്ല. എന്നാൽ ഭഗവാന് സാധാരണ നിവേദ്യങ്ങൾ തന്നെയാണ്. വലിയ ആഘോഷ പരിപാടികളാണ് അന്ന് ഗുരുവായൂരിലുണ്ടാവുക. ഗോതമ്പ് ചോറും പായസവും ഒക്കെ അടങ്ങുന്ന ഏകാദശി പ്രസാദ വിതരണം അന്ന് രാവിലെ മുതലുണ്ടാവും. നാമജപവും രഥഘോഷയാത്രയുമെല്ലാം അന്ന് വളരെ വിശേഷമാണ്. രാത്രി വിളക്കിനെഴുന്നള്ളിപ്പാണ് അന്നത്തെ പ്രധാന മറ്റൊരു ചടങ്ങ്. 4ാം പ്രദക്ഷിണത്തിൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും. ഭഗവാന്റെ സ്വർണ്ണക്കോലം പണ്ടുകാലത്ത് ഗുരുവായൂർ കേശവനായിരുന്നു എഴുന്നള്ളിച്ചിരുന്നത്. ഇന്നത് പുന്നത്തൂർ കോട്ടയിലെ ആനയാണ് എഴുന്നള്ളിക്കുക. 1976 ഏകാദശി ദിവസമാണ് കേശവൻ ചെരിഞ്ഞത് എന്നതും മറ്റൊരത്ഭുതമാണ്. പിന്നെ ചെമ്പൈ സംഗീതോത്സവവും അഷ്ടമിരോഹിണിയും മണ്ഡലകാലവും സ്വർഗവാതിൽ ഏകാദശിയും പൂന്താനം ദിനവും അങ്ങനെ നീളുന്നു വിശേഷ ദിനങ്ങൾ. പറഞ്ഞു വരുമ്പോൾ വർഷത്തിലെ മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് തന്നെ ചുരുക്കം. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന കലാരൂപമാണ് കൃഷ്ണനാട്ടം. ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ 8 കഥകളായി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണാവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം, സ്വർഗാരോഹണം എന്നിവയാണ് ഈ കളികൾ. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ തമ്പുരാൻ രചിച്ച കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഉത്ഭവിച്ചത്. കൃഷ്ണനാട്ടത്തെ മാതൃകയാക്കി കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന കലാരൂപമുണ്ടാക്കി. ഈ രാമനാട്ടത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖമുദ്രയായി മാറിയ കഥകളി എന്ന കലാരൂപം ഉത്ഭവിച്ചത്. തൽക്കാലം ഇവിടം കൊണ്ട് നിർത്തുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയാൽ എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം എന്ന് പോലും അറിയാൻ കഴിയില്ല. കാരണം അത്രയ്ക്കുണ്ടല്ലോ ഇവിടുത്തെ വൈഭവങ്ങൾ. ക്ഷേത്രത്തിലെ ഓരോ കല്ലിന് പോലും ഉണ്ടാവും ഓരോ കഥകൾ പറയാൻ. ഭഗവാന്റെ ഭക്തന്മാരുടെ കഥകൾ, മറ്റത്ഭുതങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ. അതിനെപ്പറ്റിയൊക്കെ പല പല അധ്യായങ്ങളിലായി നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം. നന്ദി, നമസ്കാരം.